ഇന്ന് ഷോർട്സ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കട്ട് പീസ് തുണിയാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 2 ഇഞ്ച് എന്ന് പറയുന്നത് ബെൽറ്റ്, അതായത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ മാർക്ക് ചെയ്ത 2 ഇഞ്ച് കഴിഞ്ഞിട്ട് താഴോട്ടൊരു 13 ഇഞ്ചാണ് ഞാൻ ഷോർട്സിൻ്റെ നീളം എടുക്കുന്നത്. എന്നിട്ട് ഈ വണ്ണം എന്ന് പറയുന്നത് വേസ്റ്റ് അളവ് 20, അപ്പോൾ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 7 ഇഞ്ചാണ് ഞാനിവിടെ വേസ്റ്റ് അളവ് അടയാളപ്പെടുത്തുന്നത്. ക്രോച്ച് ലെങ്ത് ഞാൻ 10 എടുക്കുന്നത്. എന്നിട്ട് ആ ക്രോച്ചിൻ്റെ അവിടുന്ന് ആ കാലിൻ്റെ താഴ്ഭാഗത്തോട്ട്, അതായത് കാലിൻ്റെ അവിടെ എത്ര വണ്ണം വേണോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര ലൂസ് ഇടണോ അത്രയും ലൂസ് ഇട്ടിട്ട് ആ ഒരു അളവിലോട്ട് ക്രോച്ചിൻ്റെ അവിടുന്ന് നമ്മൾ ചരിച്ച് വരയ്ക്കണം. ചരിച്ച് വരച്ചിട്ട് നമ്മൾ ഈ വരച്ചിട്ടേക്കുന്ന അത്രയും ആ ഒരു ഫുള്ളായിട്ട് അതൊന്ന് വെട്ടിയെടുക്കണം. കാലിൻ്റെ ഈ താഴ്വശത്ത് ഫ്രില്ലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 26 ഇഞ്ച്, അതാണ് ഈ മടക്കി ഇടുമ്പം 13 ഇഞ്ച്, അപ്പോൾ 26 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും ഞാൻ 2 കാലിന് വേണ്ടിയിട്ട് 2 തുണി ഇതേപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. വെട്ടിയെടുത്തിട്ട് അതിൻ്റെ താഴ്വശം ഇതേപോലെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. ആ 2 പീസിൻ്റെയും താഴ്വശം ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചിട്ട് ഈ 2 കാലിനും വേണ്ടി എടുത്തിട്ടുള്ള ഈ 2 പീസ് തുണി നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഞുറവിട്ട് എടുക്കണം. ഇനി നമ്മൾ ആ നിക്കറിന് വെട്ടി വെച്ചേക്കുന്ന 2 പീസ് തുണി എടുക്കണം. എന്നിട്ട് അവ തമ്മിൽ ഇതേപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അതായത് ആ ക്രോച്ച് ലെങ്ത് വരുന്ന ആ പാർട്ട്, ആ 2 സൈഡിലെ ആ പാർട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്നൊന്നും തയ്യൽ തുമ്പ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അടിച്ചെടുത്ത് നിന്ന് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തൊന്ന് മേളിൽ നിന്ന് താഴെ വരെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തയ്യൽ പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും വരത്തില്ല. ഈ 2 സൈഡും ഇതേപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു പോർഷനാണ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് ഈ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചൊന്ന് അടിച്ചെടുക്കണം. ഈ 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ആ മേൾവശത്ത് ഒരു 4 ഇഞ്ച് വീതിയിൽ ഫുള്ള് റൗണ്ട് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രില്ലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് ഈ പാൻറ്റിൻ്റെ നല്ല വശത്തോട്ട് വെക്കണം. ഈ ഷോർട്സിൻ്റെ നല്ല വശത്തോട്ട് ആ ഫ്രില്ല് വെച്ചിട്ട് ഇതിങ്ങനെ മുകളിലോട്ട് ഈ ഒരു രീതിയിൽ മടക്കി വെച്ച് ഫുള്ളൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അത് തിരിച്ച് നല്ല വശത്തോട്ടിട്ട് ജസ്റ്റ് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് ഈ നിക്കറിൻ്റെ കാലിൻ്റെ ആ താഴ്ഭാഗം ഫുള്ള് നല്ലപോലെ ഒന്ന് അടിച്ച് ഒന്ന് മടക്കി അടിച്ചും കൂടെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തയ്യലൊന്നും വിട്ടു പോകത്തില്ല. ഇനി ഇവിടെ ഇലാസ്റ്റിക് എടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഞാനിപ്പോൾ എടുക്കുന്നത് വേസ്റ്റ് 20 അപ്പോൾ 20ൽ നിന്നൊരു 4 ഇഞ്ച് മൈനസ് ചെയ്ത് ബാക്കി 16. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് 16 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ആ ഇലാസ്റ്റിക് ആണെങ്കിൽ ഈ ഇലാസ്റ്റിക് ഇടാനെ കൊണ്ട് നമ്മൾ ആ അടിച്ചെടുത്ത ഗ്യാപ്പില്ല അതിൽ കൂടി ഇട്ടിട്ട് എടുത്തൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഫുൾ റൗണ്ട് ഒരു 2 പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് ഫുള്ളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്.